ടോമി, എന്താ ഇത് എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നേ? കളിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലോണം എടുത്തു വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ടോമി, നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്. കളി കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തു വെക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാത്തെ? കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓ, ഇങ്ങനെ ഒരു ചെക്കൻ. ആ ജോണോ, എന്താ ജോണേ രാവിലെ തന്നെ? ആന്റി, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ മകൻ ടോമി പ്ലാസ്റ്റിക് കുപ്പി വേസ്റ്റുകൾ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. CCTVയിൽ കണ്ടതുകൊണ്ടാണ് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചത്. സോറി ജോൺ, ഇനി അങ്ങനെ ഉണ്ടാവാതെ നോക്കാം. മതി ഗെയിം കളിച്ചത്. നീ വന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചു തുടങ്ങിയല്ലേ? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുട്ടികളെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കവിത എഴുതാൻ പഠിക്കാം. നിങ്ങൾ മനസ്സിൽ തോന്നുന്നത് എന്ത് കുത്തി കുറിക്കൂ. ടീച്ചർ അത് നോക്കി തെറ്റ് തിരുത്തി തരാം. നല്ല കവിതയ്ക്ക് അടിപൊളി സമ്മാനവുമുണ്ട്. ടോമി, എന്താണ് ഈ ചെയ്യുന്നത്? ക്ലാസ്സിൽ ഇങ്ങനെ പേപ്പർ നിലത്തിടാമോ? അത് കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിലിടൂ. സോറി മിസ്. അച്ഛനും അമ്മയും ഇത് എന്തെടുക്കുകയാ? അതോ, അത് വേസ്റ്റ് കുഴി ഉണ്ടാക്കുകയാണ്. നമ്മുടെ വേസ്റ്റ് ഇനി മുതൽ ഇതിലേക്കാണ് ഇടേണ്ടത്. അതെന്തിനാ കുഴിയിലിടുന്നത്? ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണം. റോഡരികിൽ നിൽക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളെ ടോമി കണ്ടിട്ടില്ലേ? അത് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ടോമിക്ക് അറിയാമോ? ഇല്ല. നമ്മൾ എല്ലാവരും നമ്മുടെ ഏരിയ വൃത്തിയാക്കും. അതായത് വേസ്റ്റ് കൊണ്ടുപോയി റോഡിൽ കളയും. അതുപോലെ എല്ലാവരും അങ്ങനെ ചെയ്ത് കുന്നുകൂടുന്നതാണ്. അതില്ലാതാക്കാൻ നമുക്ക് ഓരോ വീടുകളിൽ ഇതുപോലെ ചെയ്താൽ മതി. സ്ഥലമില്ലാത്തവർ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് കൃത്യമായി അവരവരുടെ വേസ്റ്റുകൾ പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊരു നല്ല ആശയമാണ്. ഞാനും കൂടിക്കോട്ടെ സഹായിക്കാൻ. അതിനെന്താ? ഇനി ഞാൻ വേസ്റ്റ് വലിച്ചെറിയില്ല. വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇടും. ഇതെന്റെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കും. ഗുഡ് ബോയ്.